പറഞ്ഞതുപോലെ തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിന് ശേഷം ജീവിച്ച പല സഹാബിമാരുമുണ്ട്. ഏതെങ്കിലും ഒരു സഹാബി നബിദിനം കൊണ്ടാടിയതായി നമുക്ക് കാണാൻ സാധിക്കുമോ? അള്ളാഹുവിൻ്റെ റസൂൽ മരണപ്പെട്ടതിന് ശേഷം 40 വർഷം ആര് ജീവിച്ചിട്ടുണ്ട്? ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടുണ്ട്. ആരാണ് റസൂലെ ജനങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? ആരാണ്? ആയിഷ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മറുപടിയാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹ 40 വർഷം ചെയ്തിട്ടില്ല, ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോട് സ്നേഹമില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആയിഷ റളിയല്ലാഹു അൻഹയോട് കൂട്ടിക്കെട്ടിയാൽ മതി. കാരണം ഉമ്മുൽ മുഅ്മിനീനാണ് ആയിഷ, മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആ ഉമ്മയിലേക്ക് നമ്മളെ കൂട്ടിക്കെട്ടിയാൽ മതി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം, നമ്മൾ ഈ നീട്ടി വളർത്തിയ താടി, നിര്യാണിക്ക് മുകളിലുള്ള വസ്ത്രം, ഇത് റസൂൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതാ ഉസ്താദേ, ഇതാണ് തെളിവ്, നബിദിനം ആഘോഷിക്കാനുള്ള തെളിവ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആളുകളും മുൻപന്തിയിലുണ്ടാകും ഇതാഘോഷിക്കാൻ. നമുക്കൊരു പ്രയാസവും ഇല്ല. ഈ നീട്ടി വളർത്തിയ താടി ചില ആളുകൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയുന്ന ചില സഹോദരന്മാർ അവർ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹിൻ്റെ ദീൻ മുറുകെ പിടിച്ചതിൻ്റെ പേരിൽ പല ആളുകളും ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ട്. അത്രയും ത്യാഗം സഹിച്ച് ജീവിക്കുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എളുപ്പം നൽകട്ടെ. അങ്ങനെയുള്ള ത്യാഗം സഹിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള ആഘോഷിക്കാൻ എന്ത് മടിയാണുള്ളത്, എന്ത് പ്രയാസമാണുള്ളത്? അതുകൊണ്ട് ചോദിക്കുന്നത് ഇത് മാത്രമാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം അത് കൊണ്ടാടിയ സഹാബിമാർ അവരെങ്ങനെ ആഘോഷിച്ചു? സുബഹി നിസ്കാരത്തിന് ശേഷം നബിദിനത്തിൻ്റെ അന്ന് എന്താണ് നമ്മൾ ധരിക്കേണ്ട വസ്ത്രം? പുതിയതാണോ പഴയതാണോ? പറഞ്ഞു തരണം. അതുപോലെ തന്നെ നടന്നു പോകുമ്പോൾ ഒരു വഴിയിലൂടെയാണോ, തിരിച്ചു വരുമ്പോൾ വേറൊരു വഴിയിലൂടെയാണോ വരേണ്ടത് എന്ന് പറഞ്ഞു തരണം. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിദിനത്തിൻ്റെ അന്ന് പ്രസംഗിച്ച പ്രസംഗം ഏതാണെന്ന് നമുക്ക് പറഞ്ഞു തരണം. കാരണം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ ഇത്. അതുപോലെ തന്നെ അന്ന് നമ്മൾ ആടിനെ അറുത്തുകൊണ്ടാണോ ഭക്ഷണം പാകം ചെയ്യേണ്ടത്, അതല്ല പൊതുവേ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണമാണോ കൊടുക്കേണ്ടത്? ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? തെളിവുകൾ നിരത്തി നമുക്ക് പറഞ്ഞു കഴിഞ്ഞ് തന്നാൽ ഇൻഷാ അള്ളാഹ് നമ്മൾ അടുത്താഴ്ച എന്ത് ചെയ്യും? ഈ പള്ളി അലങ്കരിക്കാം. നമുക്കെന്തെങ്കിലും ചിലവുണ്ടോ? ഇല്ല. ആളുകൾ ചിന്തിക്കാൻ വേണ്ടി പറയണം. വല്ലാഹി സുമ്മ തല്ലാഹി ഇലാ ഖിയാമിസ്സാഅ, ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ഇതിന് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത് കേൾക്കുന്ന നിഷ്പക്ഷരായ ആളുകളോട് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പറയട്ടെ, ഇത് നമുക്ക് ജയിക്കാനുള്ള ഒരു കാര്യമായി പറയുന്നതല്ല, വല്ലാഹി അല്ല. നാളെ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? റബ്ബിൻ്റെ മുമ്പിലെത്തും. അന്നെന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനിൽ, യഥാർത്ഥ ദീനിൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.